ഫിഫ ലോകകപ്പിൽ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിൻ വീണ്ടും ചരിത്രം കുറിച്ചു. ഡാലസ് സ്റ്റേഡിയത്തിൽ നടന്ന സെമി ഫൈനലിൽ കരുത്തരായ ഫ്രാൻസിനെ 2-0 കീഴടക്കി ലാ റോഹ ലോകകപ്പ് ഫൈനലിലേക്ക് മുന്നേറി. 2010 ദക്ഷിണാഫ്രിക്കയിൽ ലോകകപ്പ് കിരീടം നേടിയ ടീമിനെ ഓർമ്മിപ്പിക്കുന്ന പ്രകടനമാണ് ഇത്തവണയും സ്പാനിഷ് സംഘം പുറത്തെടുത്തത്. ഇനി ലോകകപ്പ് കിരീടത്തിനായുള്ള കലാശപ്പോരിൽ ഇംഗ്ലണ്ടിനെയോ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെയോ സ്പെയിൻ നേരിടും. മത്സരത്തിന്റെ ആദ്യ പകുതി ഇരു ടീമുകളും പരസ്പരം സൂക്ഷ്മത പാലിച്ചാണ് കളിച്ചത്. ലോകോത്തര താരനിരകളുള്ള ഫ്രാൻസും സ്പെയിനും അവസരങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിരോധ നിരകൾ ഉറച്ചുനിന്നു. എന്നാൽ ആദ്യ പകുതിയുടെ അവസാന നിമിഷങ്ങളിൽ മത്സരത്തിന്റെ ഗതി മാറ്റിയ നിമിഷമെത്തി. സ്പെയിനിന്റെ യുവതാരം ലെമീൻ യമാലിനെ ഫ്രഞ്ച് താരം ലൂക്കാസ് ഡിഞ്ഞെ പെനാൽറ്റി ബോക്സിനുള്ളിൽ വീഴ്ത്തിയതോടെ റഫറി പെനാൽറ്റി അനുവദിച്ചു. കിക്കെടുക്കാനെത്തിയ മിക്കേൽ ഒയാർസബാൽ യാതൊരു പിഴവും വരുത്താതെ പന്ത് വലയിലെത്തിച്ച് സ്പെയിനിനെ മുന്നിലെത്തിച്ചു. രണ്ടാം പകുതിയിലും സ്പെയിൻ തന്നെയായിരുന്നു കളിയുടെ നിയന്ത്രണം കൈവശം വെച്ചത്. 58-ാം മിനിറ്റിൽ ഡാനി ഒൽമോയുമായി നടത്തിയ മനോഹരമായ 1-2 നീക്കത്തിന് ശേഷം പെഡ്രോ പോറോ ഫ്രാൻസ് ഗോൾ കീപ്പർ മൈക്ക് മെയ്നാനെ മറികടന്ന് പന്ത് വലയിലാക്കി. ആ ഗോളോടെ സ്പെയിന്റെ ലീഡ് ഇരട്ടിയായി. ഗോൾ വഴങ്ങിയ ശേഷം കിലിയൻ എംബാപ്പെ, മൈക്കൽ ഒലിസെ, ഉസ്മാൻ ഡെംബെലെ, ദെസിറ ഡുവെ എന്നിവരെ മുൻനിർത്തി ഫ്രാൻസ് ശക്തമായി തിരിച്ചടിക്കാൻ ശ്രമിച്ചെങ്കിലും സ്പാനിഷ് പ്രതിരോധം ഒരു ഘട്ടത്തിലും പതറിയില്ല. ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തിനെതിരെ പകരക്കാരനായി ഇറങ്ങിയ രക്ഷകനായ മിക്കേൽ മെറിനോയുടെ മികവ് ഇത്തവണ സ്പെയിനിന് ആവശ്യമുണ്ടായില്ല. തുടക്കം മുതൽ അവസാനം വരെ നിയന്ത്രിതവും ആത്മവിശ്വാസം നിറഞ്ഞതുമായ പ്രകടനത്തിലൂടെയാണ് യൂറോപ്യൻ ചാമ്പ്യന്മാർ ഫൈനൽ ടിക്കറ്റ് സ്വന്തമാക്കിയത്. 2010 ശേഷം ആദ്യമായാണ് സ്പെയിൻ ലോകകപ്പ് ഫൈനലിൽ എത്തുന്നത്. ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ വേദിയിൽ വീണ്ടും കിരീടം ചൂടാനുള്ള അവസരമാണ് ലൂയിസ് ഡി ലാ ഫുവെന്തയുടെ സംഘത്തിന് മുന്നിലുള്ളത്. സ്പോർട്സ് ഡെസ്ക്, കേരള പ്രണാമം.